ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു പുതിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ്. അടുത്ത കുക്കിംഗ് വ്ളോഗ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസാണ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ്, പക്ഷേ അത് പറ്റിയില്ല. എന്തായാലും എപ്പോഴെങ്കിലും നമുക്കൊരു കുക്കിംഗ് വ്ളോഗിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. നമ്മളിന്നൊരു ചോക്ലേറ്റ് ഒരു ഐറ്റം ഉണ്ടാക്കാൻ മുന്നേ അന്ന് തന്നെ നമ്മളുടെ വിപ്പിംഗ് ക്രീമില്ലേ, എന്താണ് ഇപ്പോൾ ഈ കേക്കിലൊക്കെ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീം, അത് നമുക്ക് പതിയെ കഴിച്ചെടുക്കാം. നല്ല പശയായിട്ട് നല്ല സ്ലൈമായിട്ട് ഇരിപ്പുണ്ടല്ലേ, അത് പോരാനും കുറച്ച് പാടാണ്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇത് ആ വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത പോലെ നമുക്ക് നന്നായി ഞാൻ ബീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കുന്നേ ഉള്ളൂ. നന്നായി പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാനാണ് കേട്ടോ എൻ്റെ ഒരു പ്ലാൻ. അങ്ങനെ ഞാൻ നന്നായി ഇളക്കി കൊടുക്കാൻ കേട്ടോ. ഇപ്പോൾ വീഡിയോസൊക്കെ ലാഗില്ലാതെ വന്നല്ലേ. ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങി ഗൈസ്. ഇനി എങ്ങനെയായിരിക്കും വ്ളോഗെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സ്കൂള് വിട്ട് വരുമ്പോൾ ഫ്രീ ആണ്. ഇപ്പോൾ ട്യൂഷനൊന്നും എനിക്കില്ല, അതുകൊണ്ട് തന്നെ ഫ്രീ ആണ്. പറ്റുന്ന വീഡിയോസൊക്കെ ഞാനിടാം. അപ്പോൾ എന്തായാലും വീഡിയോസ് അധികം ദിവസവും ലാഗാക്കാതെ ഞാൻ എല്ലാ ദിവസവും ഇടാൻ നോക്കാം. ഞാൻ സെറ്റായി വരുമ്പോൾ പതിയൊന്ന് പൊന്തിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കണ്ടേ. ഇപ്പം എനിക്ക് കുക്കിങ്ങിനോടും കേക്ക് ഉണ്ടാക്കണതിലൊക്കെ നല്ല ഇതാട്ടോ. അത് നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇടാം കേട്ടോ. എനിക്ക് നന്നായി നമുക്കൊന്ന് ബീറ്റൊക്കെ ചെയ്ത് പതിയെ എടുക്കാം കേട്ടോ. ബീറ്റ് അല്ലെങ്കിലും നന്നായി മിക്സ്ഡ് ആക്കാം. ഞാൻ പ്രതീക്ഷിച്ച പോലെയൊന്നുമല്ല, നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ കിട്ടി. ഞാൻ വിചാരിച്ചു ഈ കളറ് എന്താ വേറെ എന്തെങ്കിലും കളറായിരിക്കും, അങ്ങനെ രസമൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ നല്ലൊരു ഇതാണ് കേട്ടോ. എന്നുവെച്ചാൽ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ ഡയറി മിൽക്ക് ഒരു മെൽറ്റായൊരിത്. പക്ഷേ അത് നമുക്ക് കഴിക്കുമ്പോൾ ചെറിയൊരു ഇതുണ്ട്, കയ്പ്പ്. അത് കൊക്കോ പൗഡറിൻ്റെ കയ്പ്പാട്ടോ, അത് പ്രശ്നമില്ല. അപ്പം ഞാൻ വാനില എസൻസ് എടുത്തു കേട്ടോ. എന്നിട്ടൊരു ഇച്ചിരി മതി കേട്ടോ. അത് പതിയെ വെച്ചെടുക്കുക, നന്നായി ബീറ്റ് ചെയ്യുക. അപ്പം നമുക്കൊരു മണമൊക്കെ വരുന്ന ഒരു ചെറിയ ടേസ്റ്റ് പോലെയൊക്കെ തോന്നും. ടേസ്റ്റൊന്നും എനിക്ക് തോന്നില്ല, എന്നാലും നല്ല ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മണമൊക്കെ വന്നു വാനില എസൻസിന് കേട്ടോ. എന്നിട്ട് ഞാൻ നന്നായി കുറേ നേരം ഞാൻ ബീറ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഒരു ടീസ്പൂൺ, ജസ്റ്റ് 1 ടീസ്പൂൺ ഒരു പഞ്ചസാര ഇട്ടു. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ചെറിയൊരു പഞ്ചസാരേൻ്റെ ഇതൊക്കെ ഉണ്ടായി കേട്ടോ. കുഴപ്പമില്ല, ഒരു പഞ്ചസാരേൻ്റെ ഒരു തുണ്ടെനിക്ക് ടേസ്റ്റ് പോലെ കിട്ടി, മധുരം. അതിന് ഞാൻ പിന്നെയും നന്നായി ബീറ്റ് ചെയ്ത് അതൊന്ന് സെറ്റാവട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ബീറ്റ് ചെയ്യുന്നത്. ബീറ്റിംഗ് അല്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കിയിടുകയല്ലേ. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇടവിട്ട് ഒന്ന് ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ലാഗിങ് ഒന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് സ്പീഡാക്കി കൊടുത്തു. ഇനി ഇതായിട്ടോ ലാസ്റ്റ് ഇത് നന്നായി ഇഷ്ടപ്പെട്ടു ഗൈസ്. എന്ത് രസമാണ് കാണാൻ തന്നെ, നല്ല രസമായി വന്നപ്പോൾ എനിക്ക് നല്ല ചെറുതായി കട്ടിയായി തുടങ്ങി. അപ്പം ഞാൻ പതിയൊന്ന് ഇളക്കി കൊടുത്തപ്പോൾ കട്ടിയായി, കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ഞാൻ കുറച്ചങ്ങോട്ട് ഒന്ന് പതിയെ ഇതിട്ടായിരുന്നു കേട്ടോ. അപ്പം ലാസ്റ്റ് ഞാൻ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി കേട്ടോ. അപ്പോൾ സെറ്റാക്കി ഞാൻ തിന്നണതിൻ്റെ ഒരു ഇതാണ്. ഞാൻ പതിയെ കുത്തിയിട്ട് പതിയെ വഞ്ഞുണ്ടായില്ല, ഞാൻ പതിയെ കുത്തിയൊക്കെ നോക്കി. പിന്നെ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം ഇതാണ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ചെറിയ കയ്പ്പ് തോന്നും, എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.